വാട്ട്സപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു മെറ്റൽ. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും മെറ്റൽ ഹൊറർ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകും മുമ്പ് എല്ലാവരും എന്തായാലും ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ടാർഗറ്റ് 3000 ലൈക്കാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഇതാണ് ചാപ്റ്റർ 3 ക്യാരക്ടർ യൂജി. ഇത് യൂജിയുടെ സ്റ്റോറിയാണ്. യൂജി സിറ്റി ജീവിതമൊക്കെ മടുത്ത് വില്ലേജിലോട്ട് താമസം മാറിയായിരുന്നു. അന്ന് രാത്രി പെട്ടെന്ന് പവർ കട്ട് സംഭവിച്ചു. അപ്പം സാധാരണ അവിടെ കറണ്ടൊന്നും പോവാറില്ല. പിന്നെ ആരോ പെട്ടെന്ന് ഡോറ് തട്ടുന്ന സൗണ്ട് കേട്ടായിരുന്നു. യൂജി വിചാരിച്ചു വൈഫ് ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വൈഫ് എന്നാണ് വിചാരിച്ചത്. ഡോറ് തുറന്നപ്പം ഒരു തൊപ്പി ഉടുപ്പൊക്കെ ഇട്ട ഒരാൾ വന്ന് നിന്നു. അപ്പോൾ ആരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ തലയടിച്ച് പൊട്ടിച്ച് നമ്മളെ ഈ ജയിലിലാണ് നമ്മളെ പിന്നെ കൊണ്ടിട്ടത്. ഗായ്സ് കണ്ടില്ലേ? ഇതിൻ്റെ മേലെ വല്ലതും ഉണ്ടോ? ഔട്ട് ഓഫ് റീച്ച്. അപ്പം ഈ ലൈറ്റുമായിട്ട് എന്തോ ഒരു കളിയുണ്ട്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് റീച്ച് കൊടുക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് എന്തോ ടേപ്പ് ഇട്ട് അവിടെ ബോക്സ് കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ അത് അഴിക്കാം. അതിന് മുമ്പ് നമുക്ക് ഒരു ലോക്ക് പിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നുമില്ല. ഈ പരവ് മാറ്റാൻ പറ്റും? അതിനകത്തൊന്നുമില്ല. ഇവിടെ ഇതെന്തോ റെസ്റ്റീനീഫ്. അപ്പോൾ ഇത് വെച്ച് ആ ടേപ്പിൻ്റെ ബോക്സ് കട്ട് ചെയ്യാൻ പറ്റും. ഗായ്സ് നോക്കട്ടെ. പറ്റി ഗായ്സ്, നമുക്ക് ലോക്ക് പിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. അതിലെല്ലാം ഞാൻ അതേപോലെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മാറ്റോട്ടേക്ക് നമ്മൾ സൈക്കോപാത്ത് വന്ന് നമ്മൾ അടിച്ചിടും. ഇവിടെയൊക്കെ മൊത്തം ബിയർ ട്രാപ്പ് ഇട്ട് ഗായ്സ്. അതാ ഞാൻ ഇങ്ങനെ കുനിഞ്ഞ് നടക്കണേ. ഇവിടെ എന്തോ ഒരു കോടാലിയുടെ പീസ് ഇരിക്കുമോ. ആക്സ് വിത്തൗട്ട് ഹാൻഡിൽ വെക്കണം. ചൂലൊക്കെ ഞാൻ എടുത്തിട്ട് അവിടെ തന്നെ വെച്ച്. പക്ഷെ ചൂലെടുക്കാൻ പറ്റും. അപ്പോൾ എന്തോ ചൂല് വെച്ചും കളിയുണ്ട്. പിന്നെ ആ റൂം ലോക്ക് ചെയ്തിട്ടിരിക്കുമോ ഗായ്സ്. അവിടെ കീ വേണം. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇതെന്തോ സ്ക്രൂ അഴിക്കണം ഗായ്സ്. അതിനകത്തൊരു കീ കിടക്കുക. അപ്പോൾ അവിടെ എന്തോ ഇതുണ്ട്. അവിടെ ജർമ്മൻ ഷിപ്പേർഡ് പട്ടി അവിടെ കിടക്കുക. ഇത് പറഞ്ഞപ്പോൾ ഇവിടെ എന്തോ ഉണ്ട്. വ്രഞ്ച് കിട്ടി. അപ്പം ഇനി ഈ സ്ക്രൂ അഴിക്കാൻ പറ്റും ഗായ്സ്. നോക്കട്ടെ. അഴിക്കാൻ പറ്റും ഇത് വെച്ച്. ഞാൻ വെച്ച് സ്ക്രൂ ഡ്രൈവർ വേണമെന്ന്. എൻ്റെ ആവശ്യമില്ല ഗായ്സ്. കീ കിട്ടി. ഇനി നമുക്ക് ഈ ഡോറ് തുറക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഗായ്സ്. ഹിയർ വി ഗോ. തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഡോറായിരിക്കും ഗായ്സ്. എനിക്ക് തോന്നുന്നു ആ ഡോറു ഇപ്പം നേരെ ചെന്ന് ബിയർ ട്രാപ്പിൽ ചെന്ന് വീണേനെ. ഒരു പെട്ടി നമ്മൾ കണ്ട്. ഇതെന്തോ കോഡടിക്കണം ഗായ്സ്. പെട്ടിക്ക് കോഡടിക്കുമ്പം എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടുത്തെ സൗണ്ട് കേട്ട് എൻ്റെ പൊന്നു. ഇവിടെ അതിന് മുമ്പേ സെർച്ച് ചെയ്യട്ടെ. ഇതെന്തോ കീ ഹാൻഡിൽ കിട്ടി. എൻ്റെ പൊന്നു ഡോഗെ മിണ്ടാതിരി. അവിടെ ഇതൊന്ന് ഇവിടത്തെയാണോ ഇത്? തന്നെ ഗൈസ്. ഇനി സൗണ്ട് കേൾക്കത്തില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഓഫ് ചെയ്ത്. എന്തായാലും നമ്മൾ ഒരു പാവത്തിനെ പോലെ പെട്ടെന്ന് ഓടി കയറിയിട്ടുണ്ട്. എല്ലാം പഴയതുപോലെ ആണല്ലോ. ഓക്കെ എല്ലാം പഴയതുപോലെ തന്നെയാണ് ഗൈസ്. ഒരു സീനും ഇല്ല. ഇനി നമ്മുടെ സൈക്കോപാത്ത് വരട്ടെ. ഷടാപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ജർമ്മൻ കുട്ടി അവിടെ മിണ്ടാതിരിക്കുക. സൈക്കോപാത്ത് വരണമൊക്കെ സ്ലോ മോഷനിൽ. സ്ലോ മോഷനിലൊക്കെ വരത്തുള്ളൂ അയാൾ. വാടോ ഇങ്ങോട്ട്. എനിക്ക് എന്ത് ധൈര്യമുണ്ട്. രാത്രി വന്നാണ് എൻ്റെ തലക്കടിച്ചിരുന്നത്. വെയിറ്റ് എ സെക്കൻഡ്. എന്താണ്? സംതിങ് ഈസ് റോങ് ഹിയർ. എന്താണ് റോങ്? പെട്ടെന്ന് പറ ഇങ്ങോട്ട്. മൈൻഡൊക്കെ ട്രിക്ക് ചെയ്യണതാ. ഉറങ്ങിയത് ശരിയായി കാണൂല. എന്നെ രാത്രിയിൽ എടുത്തുകൊണ്ട് വന്ന. എന്തായാലും നിങ്ങളെ തലക്കടിച്ചുകൊണ്ട് ഞാൻ നല്ലതായിട്ട് ഉറങ്ങി. എനിക്ക് ബോധമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇതെന്താ തുറക്കാൻ പറ്റാത്തത്? തുറക്കാൻ പറ്റില്ല. ലോക്കഡ് വിത്തേക്ക്. അപ്പോൾ അയാൾ ഇവിടെ വല്ല നിന്നാൽ അത് നമുക്ക് തുറക്കാനും പറ്റൂല. ഒരു ഓപ്ഷനും കാണിക്കൂല ഗൈസ്. എന്തായാലും ഡോറ് ഇപ്പോൾ സൗണ്ട് കേട്ടില്ല. ഒന്നുകൂടി. ഓക്കെ, സൗണ്ട് ഇല്ല ഗൈസ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ നമ്മൾ മറ്റേ ഹാൻഡിൽ കിട്ടിയായിരുന്നു ഗൈസ്. പിന്നെ ഇതെന്തുവാ? ഇവിടെ ഒന്നും എന്തോ എടുക്കാനുണ്ടോ? ചെയർ എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊന്ന് ഈ ചെയർ വെച്ച് അവിടെ നമ്മൾ ലൈറ്റിൻ്റെ അവിടെ പണി ചെയ്യണമായിരിക്കും. അതിൻ്റെ മേലെ നിന്ന്. നേരത്തെ ഔട്ട് ഓഫ് റീച്ച് എന്നാണ് കാണിച്ചേ. അപ്പം ഇനി പറ്റുമെന്നാണ് തോന്നുന്നത് ഗായ്സ്. എന്തായാലും ചെയർ ഓക്കെ ഇവിടെ ഇട്ട്. ഇനി എന്തുവാ ഇവിടെ? ബൾബ് എടുക്കാനായിരുന്ന. അപ്പോൾ ബൾബ് വെച്ച് എന്തോ കളിയുണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. എന്തായാലും ചെയർ ഇവിടെ ഒന്നും എടുത്തിടാൻ പറ്റുമല്ലോ ഗായ്സ്. അപ്പം ഇവിടത്തേക്ക് മാത്രമായിരുന്നു. എന്തായാലും ചെയർ നമ്മൾ അവിടെ നൈസായിട്ട് കൊണ്ട് വയ്ക്കാം. ഇതിവിടെ ഇവിടെ മാറിപ്പോയി ഗായ്സ്. ഇതിൻ്റെ ഇടയിൽ വല്ലതും ഉണ്ട്. ദിസ് ഈസ് എ ഗ്രേറ്റ് പ്ലേസ് ടു ഹൈഡ്. അപ്പം നമുക്കിവിടെ ഒളിച്ചിരിക്കാൻ പറ്റും ഗായ്സ്. ഓക്കെ, ബൾബ്. ദെയർ ഇസ് നോ ലൈറ്റ് ബൾബ് ഇൻ ദ ആറ്റിക്. ഇപ്പോൾ ഈ ബൾബ് കൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് ഇടണമെന്ന് തോന്നുന്നു. ആണ് ഗായ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ചെയർ കൊണ്ട് അവിടെ ഇട്ടത് നന്നായി. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അതായത് ഇനി ഇവിടെ മൊത്തം സെർച്ച് ചെയ്യാം. അവിടെ ഒരു പെട്ടി ഇരിക്കുമോ?
ക്ലോസ്ഡ് സൂട്ട് കേസ്. പെട്ടിയൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇതെന്തോ ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഫ്രാഗിൽ വെയ്സ് ആ തിളങ്ങണുണ്ട്. എനിക്ക് വന്ന് അടിച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഗായ്സ് കണ്ടിട്ട്. അവിടെ എന്താ ലിഡ് ഒക്കെ എഴുതിയിരിക്കുക. ഇവിടെ ഇപ്പം വേറെ ഇവിടെ എന്തോ തുറക്കാറുണ്ട്. എന്തോ ഒരു കീയും കിട്ടിയ ഒരു ലെറ്ററും. ഹൗ മെനി ബോയ്സ് നീ ഒന്നുകൂടി നോക്കട്ടെ എന്തുവാന്ന്. എന്താ ബാസ്റ്റ് ഇടുന്ന അങ്ങനെയൊക്കെ എന്തൊക്കെ ഹൈഡ് ചെയ്യാൻ അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുക. ആ സൈക്കോപാത്തിൻ്റെ എന്തോ സാധനം അത്. അതൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരെ ഫാമിലി ഡീറ്റെയിൽസ്. അതൊക്കെ നമ്മളെന്തിനാ ഗൈസ് അറിയുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കളി സെറ്റാക്കണം. ഈ കീ എനിക്ക് തോന്നുന്നു ആ റൂമിലായിരിക്കും. നമ്മുടെ ഈ ജർമ്മൻ കുട്ടിക്ക് എന്ത് പേരിടാം? നമുക്ക് ജിമ്മി എന്ന് വിളിക്കാം. എങ്ങനെയുണ്ട് ഗായ്സ്? അപ്പോൾ ഇന്നോട്ട് ജർമ്മൻ ഷിപ്പേൻ്റെ പേരാണ് ജിമ്മി. ഓക്കെ ഗായ്സ്, എന്തായാലും ഫ്രിഡ്ജിനകത്ത് ഈറ്റ് സോസേജ് വേണ്ട ഗൈസ്. ഇനി ഇത് ചിലപ്പോൾ നമ്മുടെ ആ സൈക്കോപാത്ത് വന്ന് നോക്കുമ്പോൾ സോസേജ് കണ്ടില്ലെങ്കിൽ നമ്മളെ ഇട്ട് പൂശും. ഇവിടെ മിസ്സിങ് ഹാൻഡിൽ വേണം ഗൈസ്. കുറേ ഫയറുണ്ട്, ഐസുണ്ട്, സ്റ്റാറുണ്ട്, പിന്നെ വേറെ എന്തോ ഒരു ചിഹ്നം 3 പോലത്തെ ഒരു സാധനമുണ്ട്. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഗൈസ്, എന്തോ കുറേ കരിയൊക്കെ ഉള്ളു. എനിക്കൊന്നും എല്ലാം പാചകം ചെയ്യണമായിരിക്കും. ഇവിടെ ദ ഹെക്കീസ് റെസ്റ്റി. അപ്പോൾ നമ്മളെന്തോ ഗ്രീസ് എന്തോ ഒഴിക്കണം ഗൈസ്. ഇവിടെ ലൈറ്റ് ഇട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് എന്തോ ഒരു ഹോളുണ്ടല്ലോ, അതുവഴി നമുക്ക് നോക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ റൂമിൽ പോവാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ഡോറ് പൊളിക്കാൻ പറ്റുമായിരിക്കും. അതിനായിരിക്കും ഈ ആക്സ് ഉള്ളത്. ആക്സിന് അപ്പോൾ ഒരു പിടിയും കൂടി കണ്ടുപിടിച്ച് ആ ഡോറ് തല്ലിപ്പൊളിച്ചായിരിക്കും നമ്മൾ പോകേണ്ട. അവിടെ കീ ഒന്നും കാണിച്ചിട്ടില്ല. നമുക്ക് കോഡ് എഴുതിയിരിക്കുക. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു ഹോൾ ഇട്ടിരുന്നേ. ലൈറ്റ് ഇട്ടപ്പോൾ തെളിഞ്ഞു ഗൈസ്. 145 145 ഇവിടുത്തെ കോഡ്. അതായത് നമുക്കത് അടിക്കും മുമ്പ് നമുക്ക് ഇവിടുത്തെ സെറ്റാക്കാം. അവിടുത്തെ ലൈറ്റൊക്കെ അണയ്ക്കാം. ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജിമ്മി കുരച്ചാൽ ഇപ്പം സൈക്കോപാത്ത് ഓടിയും വരും. പിന്നെ നമുക്ക് ടൈമും കിട്ടത്തില്ല ഇതൊക്കെ അണയ്ക്കാം. അതുകൊണ്ട് ഒരു ഇത് 145 145. ഓക്കെ, ഇങ്ങനെ ഹാൻഡിൽ കിട്ടി. മറ്റേ നമുക്കൊരു മിസ്സിങ് ഹാൻഡിൽ വേണമായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഹാൻഡിൽ കിട്ടി ഗായ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹാൻഡിൽ വയ്ക്കാം. ഇവിടെ ഒരു നിപ്പേഴ്സ് ഇട്ട് പ്ലെയർ. വൺ ഫിഷർമാൻ വാസ് സിറ്റിംഗ് ബൈ ദ സ്റ്റോർ. ഹി വാസ് വെയിറ്റിംഗ് ഫോർ ബിറ്റ് ഓഫ് ഫോർ. സഡൻലി ക്ലൗഡ് സ്കൈ ദ ഫയർ റെയിൻ ദ സ്റ്റർ ഡിസപ്ലേ റിമൈൻഡ് ആൻഡ് ദ ഐസ് ഓഫ് ദ ലീസ്. ഇതിൽ പടം കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ, ഐസ്, ഫയർ, ക്ലൗഡിൻ്റെ. അത് ക്ലൗഡാണ്, മൂണല്ല. അപ്പം നമ്മൾ ആ ഓർഡറിൽ വയ്ക്കുമ്പോൾ ഇത് ഓപ്പൺ ആവുമെന്നാണ് തോന്നുന്നത് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഇല്ല, സ്റ്റാറും ക്ലൗഡും പറ്റൂല. എന്തായാലും ഒന്നും കൂടി വായിച്ച് നോക്കട്ടെ. ഐസ് ഉണ്ട്. അപ്പോൾ ഐസ് വെച്ചല്ലേ നമ്മളെല്ലാം കാണണേ. അപ്പോൾ ഐസും ഈ ക്ലൗഡും നോക്കട്ടെ. പറ്റി, എന്തോ ഒരു കീ കിട്ടി ഗായ്സ്. അപ്പോൾ ഐസും പിന്നെ ഇതുമായിരുന്നു ക്ലൗഡ്. ഓക്കെ, നമ്മൾ പ്ലെയർ വെച്ച് കട്ട് ചെയ്താൽ കുപ്പി പോയി. എനിക്കൊന്ന് ഈ ചൂല് വെച്ച് നമ്മൾ തുടയ്ക്കണമെന്ന് തോന്നുന്നു. അതിനായിരിക്കും ഈ ചൂല് മുമ്പേ വെച്ചിരുന്നത്. എന്തായാലും എല്ലാം ഞാൻ പഴയതുപോലെ ആക്കി. എന്തോ ഒരു മാഗ്നറ്റും കിട്ടി. നമുക്ക് ചൂല് ഇവിടെ കൊണ്ട് വയ്ക്കാം. അവിടെ ബ്രൂം അവിടെ കൊണ്ട് വെച്ചു. ലൈറ്റ് ഓഫ് ചെയ്തു, വിട്ടോ. ജസ്റ്റ് മിസ് ഗൈസ്. ഇപ്പം ഞാൻ ബിയർ ട്രാപ്പിൽ ചെന്ന് വീണേനെ. എന്തായാലും നമ്മൾ പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വേണ്ട, നോക്കിക്കോണേ. നമ്മൾ ആദ്യം എസ്കേപ്പായ റൂമാ ഗൈസ്. അത് റൂമല്ല, ഒരു ബാത്ടപ്പൊക്കെ ഉള്ളതുണ്ടല്ലോ. ഒരു സിങ്ക് മാറ്റി നമ്മൾ അതിൻ്റെ അടിയിലൂടെ പോയപ്പോൾ ഒരു എലിവേറ്റർ വഴി നമ്മൾ എസ്കേപ്പ് ആയില്ലായിരുന്നു. ആ പ്ലേസാണ്. അപ്പോൾ ഇത് ഇയാളെ വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പോഴും കൊണ്ടിട്ടിരിക്കണേ. ഇത് ബാക്ക് ഭാഗം തോന്നുന്നു. സംതിങ് ഈസ് റോങ് ഹിയർ. എന്താണ് മോനെ റോങ് ഹിയർ ഇവിടെ? എന്തോ ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ്. നീ പോയി കിടന്ന് ഉറങ്ങ്, അല്ലെങ്കിൽ ഇവിടെ വന്ന് കിടന്ന. ഇവിടെ കട്ടിലുണ്ട്, അല്ലെങ്കിൽ കട്ടിലും എടുത്തുകൊണ്ട് പോ. എനിക്ക് വേണ്ട. ഈ കീ ഇവിടെ ഉള്ളതാണോ? ആണ് ഗായ്സ്. എന്തോ ലുബ്രിക്കൻ്റോ? ഇത് മറ്റേ ഗ്രീസാണെന്ന് തോന്നുന്നു ഗൈസ്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇത് ഗ്രീസ് ആവാനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ജിമ്മി നമ്മളെ ഇതുവരെ കണ്ടില്ലെന്നാണ് തോന്നുന്നത്. കുറച്ചൊന്നുമില്ല. ഗ്രീസ് തന്നെയായിരുന്നു ഗൈസ്. ഇവിടെ നിന്ന് വുഡൻ ഹാൻഡിൽ. ആക്സ് ഇപ്പം പണിയാൻ പറ്റും നമുക്ക്. ആക്സ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ ബിയർ ട്രാപ്പ് അപ്പുറത്താണ്. ഞാൻ വെച്ച് ഇവിടെ ഉണ്ട്. യെസ്. അപ്പോൾ ഇനി നമുക്ക് ആ ഡോർ തല്ലി പൊളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. സൗണ്ട് കേട്ട്. അതിന് മുമ്പ് ഇവിടെ വല്ലതും ഉണ്ടോ? ഇതിനകത്ത് വല്ല ഇവിടെ
ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഓടിക്കോ. ഒരു സ്ഥലത്ത് ഒന്നും വച്ചിട്ടില്ല നമ്മുടെ ഈ സൈക്കോ കുഞ്ഞ്. എന്തായാലും നമുക്കെല്ലാം നമ്മൾ പഴയതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഓടി ഇങ്ങനെ കറങ്ങി പോവുക. എന്തായാലും നമ്മൾ എവിടെയോ എല്ലാം പഴയതുപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന നേരത്തെ നമ്മുടെ സെയിം സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ടിട്ടിരിക്കണേ. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ അന്ന് കിടന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ബാക്കിലായി ഗൈസ്. ഓ, നമ്മുടെ സൈക്കോപാത്ത് സ്ലോ മോഷന് വരുക. നമ്മുടെ ജിമ്മിയുടെ അടുത്ത് ഷെഡാപ്പൊക്കെ പറഞ്ഞ് കുരച്ചോണ്ടിരുന്നോണ്ട്. എന്താണ്? വെയിറ്റ് എ സെക്കൻഡ്. എന്താണ് മോനെ ആ മാസ്ക് ഇങ്ങോട്ട് ഊരി എടുത്താ ഉണ്ടല്ലോ കൂളി ജാട കാണിച്ച വല്ല ഉണ്ടോ? ഇല്ല. ഓക്കെ. മൈ മൈൻഡ് സ്ട്രിക്സ് ഓൺ മീ എന്ന് പറഞ്ഞ ആ മോൻ അങ്ങോട്ട് ഓടി പോവുക. ഓടിയല്ല, സ്ലോ മോഷനിൽ. ഓ, അതാ മോനെ നിൻ്റെ അടുത്ത് പറഞ്ഞ പോയി കിടന്ന് ഉറങ്ങി. ഇതൊക്കെ തോന്നണയാ. നിങ്ങൾക്ക് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാവേ. ഇതിപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റുമെങ്കിൽ സൈക്കോപാത്ത് ഇവിടെ നിന്ന് പോയി അങ്ങോട്ട്. പക്ഷെ ഉണ്ടെങ്കിൽ നമുക്കത് തുറക്കാൻ പറ്റത്തില്ല ഗൈസ്. അതാണ് എൻ്റെ ഒരു ട്രിക്ക്. എങ്ങനെയുണ്ട്? ആദ്യം നമുക്ക് ഈ ലൈറ്റ് ഇട്ടിട്ട് ഇതിനകത്ത് മൊത്തം സെർച്ച് ചെയ്യണം ഗൈസ്. ഇത് നമ്മുടെ കോഡാണ് 145. ഇവിടെ എന്തോ അടിയിൽ കോർക്ക് എന്തിനാ? ഇതെന്തോ ബാരൽ ഓഫ് വാട്ടർ. എനിക്കൊന്ന് കോർക്കിൻ്റെ വല്ല സാധനവും കിട്ടി ആ വെള്ളം കളയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ബാരലിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് നമുക്ക് സെറ്റാക്കാം. അതിന് മുമ്പ് നമ്മൾ വേണ്ട ഒരു ലൈറ്റ് ഇട്ട റൂമില്ലായിരുന്നു? ആ റൂമിൻ്റെ മേലെയായിട്ട് ഒരു തിളങ്ങണ വെയ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആക്സ് വെച്ച് അടിച്ച് പൊട്ടിക്കാൻ പറ്റുമെന്നാണ് തോന്നണത്. അത് നമുക്ക് നോക്കാം. നമ്മുടെ ജിമ്മി അവിടെ അങ്ങോട്ട് നോക്കി കിടക്കുക. അതുകൊണ്ട് കാര്യമായി. ഇല്ലെങ്കിൽ ഇപ്പം മൊത്തം സൗണ്ട് ഉണ്ടാക്കി സൈക്കോപാത്തിനെ വിളിച്ചേനെ. ആദ്യം ഇത് നോക്കട്ടെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ എന്ന്. പറ്റി. കോർക്ക് കിട്ടി. ഓക്കെ. എന്തായാലും സൗണ്ട് കേട്ട് നമുക്ക് ചാടാൻ പറ്റുന്നില്ല. ഓക്കെ. ഞാൻ വിചാരിച്ച് ഗ്ലിച്ചടിച്ച് നിൽക്കുവാന്ന്. എന്നാൽ പെട്ടേനെ കഴിച്ച്. ഇപ്പോൾ നമ്മളെ ഒറ്റയടിക്ക് പൊട്ടിച്ചേനെ സൈക്കോപാത്ത്. എന്തായാലും ഈ റൂമിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. ഇല്ലെങ്കിൽ നമ്മൾ ലൈറ്റും കൂടി അണയ്ക്കേണ്ടി വന്നേനെ. അത് കൊള്ളാം. എന്തായാലും നമ്മളെല്ലാം പഴയതുപോലെ വച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇവിടുത്തെ ലൈറ്റൊക്കെ അണച്ച്. ഓക്കെ. ഷഡാപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോൻ ഇങ്ങോട്ട് വരുക. വന്നേ സൈക്കോ മോനെ, ബാ. അങ്ങോട്ട്. ഞാൻ വിചാരിച്ച അങ്ങോട്ട് കയറിപ്പോകുന്നു. അങ്ങോട്ട് കയറിപ്പോയിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ ഓട്ടം ഓടായിരുന്നു. പക്ഷെ നമ്മളെ ജിമ്മി കടിക്കുമോയെന്നറിയത്തില്ല. എന്തായാലും നോക്കാം. ഓക്കെ. വീണ്ടും അവൻ്റെ മൈൻഡ് ട്രിക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് പോവുക. ഞാൻ അതാ കുറേ നേരം കൊണ്ട് അവൻ്റെ അടുത്ത് പറയണേ പോയി കിടന്ന് ഉറങ്ങാൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കാത്തയാണോ എന്നും അറിയത്തില്ല. നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പണി ഒപ്പിക്കുമ്പോൾ സൗണ്ട് കേട്ട് അവൻ വരികയും ചെയ്യും. അതായത് ഈ കോർക്കെടുത്ത് നമുക്ക് അവിടുത്തെ വെള്ളം കളയാം. ഇനി അവധിന്ന് വല്ല സൗണ്ടും കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. സൗണ്ട് കേട്ടാൽ ഇപ്പം വീണ്ടും വരേണ്ടി വരും. എന്തായാലും വെള്ളം കളഞ്ഞു. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഇല്ലേ. എന്തോ ഉണ്ട്. മെറ്റൽ ഹാൻഡിൽ. എനിക്ക് തോന്നുന്നു ആ കിണറ്റിന് അവിടെ വല്ലതും വയ്ക്കാനാന്ന് തോന്നുന്നു. കറക്കാൻ വേണ്ടി. എൻ്റെ ഗ്രാനി ഗെയിമിലൊക്കെ അങ്ങനെയാണല്ലോ. വിഞ്ച് ഹാൻഡിൽ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടത്തില്ല കറക്കാൻ. ഒന്ന് ആ എക്സ്പീരിയൻസിലും കൂടിയാണ് ഞാൻ കളിക്കണേ. അതേ എക്സ്പീരിയൻസ് വെച്ച് കളിച്ചുകൊണ്ട് ഉപയോഗം ഉണ്ടായി. ഇതെന്തുവാ? ലൂപ്പോ? മാഗ്നറ്റ് വയ്ക്കാൻ പറ്റി ഗായ്സ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഇരുമ്പിലെ വല്ല സാധനം ആയിരിക്കാനാ ചാൻസ്. മാഗ്നറ്റ് ഇരുമ്പല്ലേ പിടിക്കൂ. എന്തോ കിട്ടി. എന്തോ കീ കിട്ടി. ഇതെല്ലാം പഴയതുപോലെ ആക്കിയിടാം. ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സൈക്കോപാത്ത് വന്നാൽ പെടും. കണ്ടുപിടിക്കും. അയാൾ പോയപ്പോൾ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വരുമ്പലും കാണണ്ടേ. ഇതെന്തോ റോപ്പ് ഹുക്ക്. അപ്പോൾ നമുക്ക് ഇയാളെ ഇതിനകത്ത് ഇട്ട് പൂട്ടാൻ പറ്റുമോ? വല്ല കയറും കിട്ടിയാൽ എനിക്കൊന്ന് അങ്ങനെ വല്ലതും കാണുമെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഈ പെട്ടി തുറക്കാനുള്ള കീ ആയിരിക്കും ഇത്. നോക്കട്ടെ പറ്റുമോ. ആണ് ഗായ്സ്. കയറ് കിട്ടി. റോപ്പ് കിട്ടി ഗായ്സ്. എനിക്കൊന്ന് അയാളെ പൂട്ടാൻ വല്ല ഇതുമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു റോപ്പിൻ്റെ ഒരു കുഞ്ഞ് പീസുണ്ട്. അതിലൂടെ ജോയിൻ്റായിട്ട് കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു ഗായ്സ്. എന്തായാലും നമുക്കൊന്ന് സൗണ്ട് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ ജിമ്മിയുടെ അടുത്ത്. ജിമ്മി കൊര അങ്ങോട്ട്. ജിമ്മി നമ്മളെ കാലി കടിച്ച് ഗായ്സ്. എന്തായാലും നമ്മൾ ഡോറ് വേണ്ട, അടയ്ക്കണ്ട. അയാൾ ഇങ്ങോട്ട് തന്നെ വരട്ടെ. നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റുമെന്നല്ലേ പറഞ്ഞേ. എന്തായാലും നോക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും കളി. അയാളെ നമ്മൾ ഈ റൂമിൽ ലോക്ക് ചെയ്യണമായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു റോപ്പ് ഹുക്കും നമുക്കൊരു റോപ്പും തരത്തില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അയാൾ എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരും.
അയാൾ നോക്കട്ടെ. ഷട്ടാപ്പ് എന്നൊക്കെ പറഞ്ഞ അയാൾ ഇപ്പോൾ തന്നെ വരും. ആറ്റിക്. നമ്മൾ ആറ്റിക്ക് പോയെന്നാണ് വിചാരിക്കണം. അപ്പോൾ ഇയാൾ എനിക്കൊന്ന് മേലെ കയറി പോവായിരിക്കും. ഓക്കെ, അതാ മേലെ കയറി പോവാ. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഗായ്സ്, നമ്മൾ ഈ കയർ വെച്ച് ഇവിടെ ലോക്ക് ചെയ്യണം. നമ്മൾ കെട്ടി. നമ്മളെ കടിച്ചു വെച്ചിരിക്കുക ജിമ്മി. നമ്മളെ കാലി പിടിച്ച് ഓപ്പൺ ദ ഡോർ റൈറ്റ് നൗ. അയാൾ ഇപ്പോൾ ഡോർ പൊളിച്ച് ചാടും. എൻ്റെ പൊന്നോ, വിട് ജിമ്മി വിട് ജിമ്മി. വിട്. ഓക്കെ ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആയി എന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. യെസ്, നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ്. യു റൺ അവേ ഫ്രം എ മാനിയാക്ക്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ആളെയും നമ്മൾ അതിസാഹസ്യമായി രക്ഷിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻ്റ് ഉള്ളതെല്ലാം ചെയ്യൂ. ഇനി അടുത്ത വീഡിയോ വരെ ബൈ സുഹൃത്തുക്കളെ.